അണ്ണൻ ഫാൻസ് വലിയ ആഘോഷമാക്കുകയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ്. ഗോകുൽ VS ഉണ്ട്. ഗോകുൽ, പാലക്കാട് അരോമ തിയേറ്ററൊക്കെ നോക്കൂ, ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പാലക്കാട് അരോമ തിയേറ്ററിലാണ് വലിയ രീതിയിലുള്ള വിജയ് ഫാൻസ് ആരാധകരെല്ലാം ചേർന്നുകൊണ്ട് വിജയുടെ ഈ സത്യപ്രതിജ്ഞ ഈ ദിവസം ആഘോഷമാക്കുകയാണ്. കാരണം പാലക്കാട് എന്ന് പറയുന്നത് എപ്പോഴും തമിഴ് സിനിമയ്ക്ക് വലിയ വേരോട്ടമുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ നിരവധി വിജയ് ആരാധകർ വരുന്നത്. എന്താണ് നിങ്ങൾക്കൊക്കെ സന്തോഷമായോ വിജയുടെ സത്യപ്രതിജ്ഞ? ഇനി ഇതിനേക്കാളും വേറൊരു മൂവ്മെന്റ് നമ്മൾക്കും വിജയിന്റെ ഫാൻസ് ആയിരിക്കും തമിഴ് മക്കൾക്കും കിട്ടാനില്ല. ഇത് തമിഴ്നാട് വിജയിച്ച വിജയം തന്നെയാണ്. ആ മനുഷ്യനെ എവിടെ വെച്ച് കാണണമെന്ന് വിചാരിച്ചോ അത് അവര് സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ ഈ നാസിക് ഡോളൊക്കെ ഏർപ്പാടാക്കിയിട്ട് അതൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല. ഇന്ന് ആഘോഷം നടത്താലേ? അതെ, അതാണ് ഇന്ന് കോസ്റ്റ്യൂം മാറ്റി വൈറ്റ് ആക്കി. ഇന്നലെ ബ്ലാക്കിലായിരുന്നു. ഇന്നലെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇന്ന് ഓക്കെ, ഇന്ന് ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് ആവേശത്തിന് കുറവാണുള്ളത്? നല്ല ആവേശമാണ്, വളരെ കാത്തിരുന്ന നിമിഷമാണ്. അത് എന്തായാലും ബിസ്ക്രീനിൽ നമ്മൾ കാണിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു സന്തോഷവും ആഹ്ലാദവും എല്ലാം ഉണ്ട്. വിജയ് മുഖ്യമന്ത്രിയാവുകയാണ്. നിങ്ങളുടെ ഒരു കുറെ നാളത്തെ സ്വപ്നമാണോ? ഈ പാർട്ടി രൂപീകരിച്ചപ്പോൾ മുതലുള്ള സ്വപ്നമാണോ നിങ്ങളെ? അതെ 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 അതെ, ഞങ്ങളെ എപ്പോൾ രൂപീകരണപ്പെട്ടോ അന്ന് മുതൽ തന്നെ ഇതേപോലെ തന്നെ ഇതാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. എന്തായാലും വിജയുടെ ആരാധകർ അവർക്ക് വലിയ സ്വപ്നമാണ്. ഈ പാർട്ടി രൂപീകരിച്ചപ്പോൾ മുതലുള്ള സ്വപ്നമാണ് ഇങ്ങനൊരു ആഘോഷം. ഇപ്പോൾ ഒക്കെ ആയിട്ട് തന്നെ വലിയ ആഘോഷത്തിലാണ്. വിജയുടെ ആരാധകരാണോ അധികാരത്തിൽ? ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ഹേറ്റേഴ്സ് ഉള്ള ഇത്രയും എന്താ പറയാ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അതിലേക്ക് വന്നത്. അപ്പൊ അതിലൂടെ ഒരുപാട് സന്തോഷം, നല്ല സന്തോഷമാണ്, നല്ല ഹാപ്പിയാണ്. അതെ, ഒരു വിജയുടെ ആരാധകൻ ഉണ്ണിക്കണ്ണൻ മംഗലണ്ടാം. എങ്ങനെയുണ്ട്? സന്തോഷമാണോ? മംഗലണ്ടാമിൽ നിന്ന് രാവിലെ എത്തിയോ? ഒരുപാട് സന്തോഷം. എന്തെങ്കിലും പ്രശ്നം കിടക്കുകയാണെങ്കിൽ ഞാൻ വരുന്ന ഒരു കോൺഫിഡൻസ്, അതിന്റെ ലക്ഷ്യം നമ്മുടെ വിജയമാണെന്ന് CM-ആയി. എന്ത് പ്രശ്നം വന്നാലും തളരാതെ കോൺഫിഡൻസ് ആയിരിക്കാം. ഏത് മേഖല എത്തിപ്പെടും. ഒരുപാട് വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് പല ആൾക്കാരും വേദനിപ്പിച്ചു. അതിനൊക്കെ ഒരു മാറ്റം വന്ന് തമിഴ്നാട് ചരിത്രം കുറിക്കുമ്പോൾ നമ്മുടെ വിജയമാണ്. അതിൽ ഇവരൊക്കെ തന്നെ വലിയ ആഘോഷത്തിലാണ്. വിജയുടെ ആരാധകരാണ്. ചെമ്മീനാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജനങ്ങൾ മുമ്പ് കാണിച്ചു. ഇന്നലെ വേറെ സന്തോഷമാണ്. പാലക്കാട് കഴിഞ്ഞാൽ 8 വർഷമായി. ഏതായാലും ഇവരൊക്കെ തന്നെ വലിയ ആഘോഷത്തിലൂടെ ആളുകളൊക്കെ തന്നെ കൂടിയിട്ട് അവർ നൃത്തം വച്ചും ഈ ബാൻഡ് മേളത്തിനോടൊപ്പം തന്നെ നൃത്തം വച്ചൊക്കെ തന്നെ വിജയുടെ ഈ സ്ഥാനാരോഹണത്തെ ആഘോഷിക്കുകയാണ്. വലിയ സന്തോഷത്തിലാണ് പാലക്കാട്ട് വിജയ് ആരാധകർ. ഇവർ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ബാൻഡൊക്കെ തന്നെ ഓർഡർ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ പടക്കം വാങ്ങിച്ചിരുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ അപ്പോൾ ഇന്നലെ അപ്രതീക്ഷിതമായി ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് മാറ്റിവെക്കേണ്ടി വന്നു. ഇന്നാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. ഇന്ന് വീണ്ടും പൂർവാധികം വലിയ ഒരു ആഘോഷം. പാലക്കാട് അരോമ തിയേറ്ററിന് മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. മാത്രമല്ല കേരളത്തിലും വലിയ ആഘോഷങ്ങളാണ്. അവർ അർമാദിക്കുകയാണ്. അവരുടെ വിജയ് മുഖ്യമന്ത്രിയാകുന്നതിൽ ആഘോഷിക്കുകയാണ് ആരാധകർ.